സഹായം ചെയ്തവർ അവർക്ക് കോടിക്കോടി ദൈവം പുണ്യം കൊടുക്കട്ടെ. അവർ ചെയ്ത ഉപകാരങ്ങൾക്കെല്ലാം താങ്ക്സ്. അന്നൊക്കെ നമുക്ക് ഒന്നും ഇല്ലാതിരുന്ന ഒത്തിരി. അപ്പോൾ അവരൊക്കെ അവർക്കും അവരുടേതായിട്ടുള്ള ലൈഫില്ലേ. എന്ന് സുധിച്ചേട്ടൻ്റെ മക്കളും സുധിച്ചേട്ടൻ്റെ വൈഫ് എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റുമോ ആർക്കാണെങ്കിലും? ഇപ്പം സപ്പോസ് എൻ്റെ ഫാമിലി മെമ്പേഴ്സ് ആണ്, അല്ലെങ്കിൽ എൻ്റെ കസിൻസ് ആണെങ്കിലും പുറമേ നിന്നുള്ളവരാണെങ്കിലും പോട്ടെ, സുധിച്ചേട്ടൻ്റെ ആരാധകരാണെങ്കിൽ പോലും സഹായിച്ചിട്ടില്ലെന്നല്ല, സഹായിച്ചിട്ടുണ്ട്. പക്ഷെ അന്നേരം നമുക്കൊരു ജോലി വേണ്ടേ? അങ്ങനെ ചെയ്തപ്പോഴാണ് ഈ അഭിനയം എന്ന മേഖല ഞാൻ അങ്ങോട്ട് കയറി ആക്രമിച്ച് എന്നൊന്നുമല്ല, ഇങ്ങോട്ട് വന്നതാണ്. ഇങ്ങോട്ട് വന്ന തൊഴിൽ ഞാൻ എന്ന് പറഞ്ഞാൽ വലിയ അഭിനേതാവും അല്ല, പഠിച്ച് വരുവാണ്. ഇന്നലെ ഒരു പൂജ ഉണ്ടായിരുന്നു സിനിമേൻ്റെ, പുതിയ സിനിമയുടെ. അപ്പം നിതീഷ് കെ നായർ സാറിന് ആണ് ഡയറക്ടറിൻ്റെ നേരത്തെ ഒരു സിനിമ ചേഞ്ച് എന്ന് പറയുന്ന മൂവി കഴിഞ്ഞ 2 മാസം മുന്നേ അഭിനയിച്ചു. അത് അതിൻ്റെ ഓഡിയോ ലോഞ്ചും കൂടാണ്. അപ്പോൾ അദ്ദേഹം അത്രയും പേരുടെ ആ മീഡിയ മുമ്പിൽ, അല്ലെങ്കിൽ അത്രയും പേരുടെ വേദിയിൽ അത്രയും വലിയ ആർട്ടിസ്റ്റുകൾ ഇരിക്കുമ്പോൾ അദ്ദേഹം എഴുന്നേറ്റ് എന്ന് പറഞ്ഞൊരു ഞാൻ പറഞ്ഞിട്ടോ അദ്ദേഹത്തിന് ഞാൻ ഇതിനാണ് സ്വാധീനം ചെയ്യുന്നത്, ഇങ്ങനെ പറയണേ, ഡയറക്ടറാണ്. അപ്പം അദ്ദേഹം പറഞ്ഞാണ് രേണുസുതി അഭിനയിക്കത്തില്ലെന്ന് പലരും പറയുന്നു. രേണുസുതി ആ ഒരു ടേക്കിൽ ആ ചേഞ്ച് എന്ന് പറഞ്ഞ വളരെ മനോഹരമായൊരു മൂവിയാണ്. അതിനകത്ത് നല്ലൊരു ക്യാരക്ടർ വേഷമാണ് ഞാൻ ചെയ്തത്. നടിയൊന്നും സിനിമ നായിക വേഷമല്ല എങ്കിൽ പോലും നല്ലൊരു ക്യാരക്ടർ വേഷം ചെയ്തെങ്കിൽ ആ ഒരു അത്രയും ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കണമെങ്കിൽ ഒരു കഴിവ് വേണ്ടേ? വെറുതെ ഉള്ളവരെ കൊണ്ട് ക്യാമറയ്ക്ക് മുന്നിൽ നിർത്തി അവരെന്നാ കാണിക്കും? അപ്പം അദ്ദേഹം പറഞ്ഞത് ഈ എല്ലാവരും രേണുസുതിയെ കുറ്റം പറയുന്നല്ലോ, ഞാൻ ആ സ്ക്രീനിന് പുറകെ ഇരുന്ന് അല്ലെങ്കിൽ സ്ക്രീനിന് മുമ്പിൽ ഇരുന്ന് കാണുന്ന രേണുസുതി ആ ഒരു ക്യാരക്ടറാണ് ചെയ്തത്. അവർ നന്നായിട്ട് ചെയ്തു എന്ന് ഞാനല്ല പറഞ്ഞത്, ഞാൻ അദ്ദേഹത്തിന് പൈസ കൊടുത്ത് പറയിപ്പിച്ചല്ല.